ഏതെങ്കിലും ഒരുത്തനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് തീർന്നു. ഉണ്ണിപ്പോറ്റി അവിടെ നിന്ന് എന്തൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉണ്ണിപ്പോറ്റിക്കും അയ്യപ്പനും മാത്രമേ അറിയാൻ പറ്റൂ. അപകടത്തിൽപ്പെടുമ്പോൾ കാറിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ ആ അപകടം നടക്കുന്ന സമയത്ത് കാറിലൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു പാളലായിപ്പോയി. അവർക്കറിയാത്ത കാര്യം ഉണ്ണിപ്പോറ്റി അങ്ങനെയല്ല. 9.5 കൊല്ലം മാത്രമാണ് ദേവസ്വത്തിൽ കളവും വഞ്ചനയും ചതിയും നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കോളേജ് ക്യാമ്പസിന് ബൊളീവിയൻ കാർഡുകളായും ഇവരെയൊക്കെ സ്വയം ചെഗുവേരമാരായും സങ്കല്പിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. BJP പൊളിറ്റിക്സിലേക്ക് വന്നാൽ NDAക്കൊപ്പം BDJS വളരെ കരുത്തോടു കൂടി കേരളത്തിലുണ്ട്. പക്ഷേ എന്നിട്ടും ഈഴവ കമ്മ്യൂണിറ്റിയിൽ അല്ല, നിന്നുള്ള അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഞാൻ ആദ്യമേ അത് നമ്മുടെ സംഭാഷണം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഹിന്ദുക്കളുടെ സ്വാഭാവികമായ രാഷ്ട്രീയ കക്ഷിയായിട്ട് കേരളത്തിൽ രൂപം കൊണ്ടുവന്നത് ഇടതുപക്ഷ കക്ഷികളാണ്. മന്നത്ത് പത്മനാഭൻ്റെ കുപ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജനിച്ച ചോകോൻ, നശിച്ച നായർ, പിഴച്ച നസ്രാണി, അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. ആ ജനിച്ച ചോകോൻ എന്ന് പറഞ്ഞതിൽ ഈഴവരാതി പിന്നാക്ക വിഭാഗം, ആ ഈഴവരാതി പിന്നാക്ക വിഭാഗത്തെ കൂടെ നിർത്തുന്നതായിരുന്നു EMSൻ്റെ എല്ലാ പ്രസംഗങ്ങളും. EMSൻ്റെ പ്രസംഗങ്ങൾ സാക്കളെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും അവസാനിക്കുമ്പോൾ അതുകൊണ്ട് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളുടെ സേവനത്തിനും ക്ഷേമത്തിനുമായി എല്ലാവരും എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഈഴവരാതി പിന്നാക്ക വിഭാഗം ആ പാർട്ടിയുടെ കരുത്തായിരുന്നു എന്ന് മാത്രവുമല്ല, ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോഴാണ് ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം കിട്ടുന്നതും. അത് പണ്ടും അതെ ഇന്നും അതെ, അതിനൊരു മാറ്റവും ഇല്ലാതെ തുടരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഹിന്ദു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായി രൂപം കൊണ്ടുവന്നത് ഇതുകൊണ്ടാണ്. അതിനും കാരണമുണ്ട്. 1921 മാപ്പിള കലാപം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആ മാപ്പിള കലാപത്തിൽ ഹിന്ദു വംശഹത്യ നടന്നു. അതിൻ്റെ ഇരയാക്കപ്പെട്ടവർക്കൊരു സഹായം എത്തിച്ചു കൊടുക്കാൻ പോലും അന്നത്തെ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. കോൺഗ്രസ് അതിന് തന്ത്രപൂർവ്വം പിന്മാറി നിൽക്കുകയാണ്. ഞാൻ ആ ചരിത്രം മുഴുവൻ നോക്കിയിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും സമുദായ സംഘടനകൾ സ്വന്തം നിലക്ക് ഇവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് ഓരോ പ്രദേശത്തും. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദുക്കളിലെ അരക്ഷിതാവസ്ഥ വന്നപ്പോൾ കോൺഗ്രസ് അവരുടെ കൂടെ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ സ്വാഭാവികമായി 25 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് അവർ പ്രവർത്തിച്ചു. അപ്പോൾ അവർ ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരങ്ങളിലും കൂടെ നിന്ന്. ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കോൺഗ്രസിൻ്റെ പങ്ക് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് മലബാറിൽ ഹിന്ദുക്കളുടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായിട്ട് വന്നത് ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. മുസ്ലിങ്ങളുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായിട്ട് മുസ്ലിം ലീഗും വന്ന് പ്രമാണിമാരായിട്ടുള്ള കുറേ ഹിന്ദുക്കളുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ടാണ് അതിനെ ചാലപ്പുറം കോൺഗ്രസ് എന്ന് പറയാൻ കാരണം. ചാലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രമാണിമാരുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 14 വരെ ഇവിടുത്തെ ക്രൈസ്തവരെല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു. അപൂർവം കുറച്ച് പേര് അതിനനുകൂലമായിട്ട് നിന്നിട്ടില്ല എന്നല്ല, അത് കുറച്ചായിരുന്നു. പക്ഷേ ഒരു സംഘം എന്ന നിലക്ക് ക്രിസ്ത്യാനികൾ അതിനെതിരായിരുന്നു. പക്ഷേ 47 ഓഗസ്റ്റ് 15 ശേഷം ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ കോൺഗ്രസ് ആയിട്ട് മാറി. അത് പിന്നീട് കേരള കോൺഗ്രസ് ആകുന്ന PT ചാക്കോയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ചാക്കോ ഗ്രൂപ്പും മറ്റേ പിന്നെ ആ ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്സിൽ എന്നും ലൈംഗിക ആരോപണങ്ങൾ വരിക. അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ലൈംഗിക ആരോപണം ഉണ്ടാകാറില്ല. ആദ്യത്തെ ലൈംഗിക ആരോപണം വരുന്നത് PT ചാക്കോയ്ക്കെതിരെയാണ്. അന്ന് ശങ്കർ ഗ്രൂപ്പും ചാക്കോ ഗ്രൂപ്പും മത്സരിക്കുന്ന CK ഗ്രൂപ്പും ശങ്കർ ഗ്രൂപ്പും CK ഗ്രൂപ്പും മത്സരിക്കുന്ന സമയത്ത് നടന്നൊരു സംഭവമാണത്. ആ ഗ്രൂപ്പ് വഴക്കാണ് ഈ അവിടെ വന്നത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു മന്ത്രിയുടെ കാറിൽ അവർ വ്യഭിചരിച്ചു എന്ന് ആക്ഷേപമില്ല. അപകടത്തിൽപ്പെടുമ്പോൾ കാറിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ ആ അപകടം നടക്കുന്ന സമയത്ത് കാറിലൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. കാറിലൊരു സ്ത്രീ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവിടെ വെച്ച് പിന്നെ ഈ പറഞ്ഞ അതിക്രമമൊന്നും നടക്കില്ലല്ലോ. പക്ഷേ എന്നാലും അത് അന്ന് വലിയ കാര്യമായിട്ട് വന്ന് ചാക്കോയുടെ ജീവിതത്തെ അതൊരുമാതിരി ആക്കിയെടുത്തു. അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുകയും കേരള കോൺഗ്രസ് ഉണ്ടാകുകയും കേരള കോൺഗ്രസ് കത്തോലിക്കരുടെയും ക്രിസ്ത്യാനികളുടെയും സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറുകയും ചെയ്തു. ആ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷി കൂടി കോൺഗ്രസിൻ്റെ കൂടെ വന്നപ്പോഴാണ് കോൺഗ്രസ് ജയിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കില്ല. അപ്പോൾ അതുകൊണ്ട്
എന്നും ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് EMSനെ പോലെ വളരെ ബുദ്ധിയുള്ളവരെ ഉപയോഗിച്ചിരുന്നൊരു കാര്യമുണ്ട്. സദ്ദാം ഹുസൈൻ അവിടെ വെച്ച് അമേരിക്ക കൊന്നു കഴിഞ്ഞപ്പോഴേക്കും EMS പറഞ്ഞ് ഞങ്ങൾ സദ്ദാമിൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ എന്ന് ചോദിച്ച്. അന്ന് നടന്ന ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ 13 ജില്ലാ കൗൺസിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടി. 13 ജില്ലാ കൗൺസിൽ ആകെ കിട്ടാതിരുന്നത് മലപ്പുറം മാത്രം. മലപ്പുറത്ത് കഷ്ടി പിടിച്ചു നിന്നേ ഉള്ളൂ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്, ഞങ്ങൾ നിങ്ങളുടെ സദ്ദാമിൻ്റെ കൂടെ. അത് കഴിഞ്ഞപ്പോൾ EMS ഇത് മാറ്റി, ഈ 4 കെട്ടുന്ന പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നു. അത് കാരണം അത് ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒളിച്ചു പോയ ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എടുത്തതാണ്. എന്നും അത് തന്നെയുണ്ട്. ഇപ്പോഴും ഈ ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് ഒലിച്ചു പോയിട്ടുള്ള ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പാളലായിപ്പോയി. ആ ശ്രമങ്ങൾക്ക് ഒരു മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ ശബരിമല പ്രശ്നം. അത് അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്ല, അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ കോടതിയെ മറികടന്നുകൊണ്ട് ഒരു ആക്ട് ചെയ്യുന്നത് ശരിയല്ല. നിയമപരമായിട്ട് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല. അത്രയും മാന്യതയും മര്യാദയും ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഏത് ഏജൻസിയെ കോടതി നിർദ്ദേശിച്ചാലും ഞങ്ങൾ എതിർക്കില്ല, ഞങ്ങളത് സമ്മതിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷണത്തിന് അവർ തയ്യാറാണ്. ഈ 10 കൊല്ലം മാത്രമാണ്, ഇപ്പോൾ 10 കൊല്ലമല്ലോ, 9.5 കൊല്ലം മാത്രമാണ് ദേവസ്വത്തിൽ കളവും വഞ്ചനയും ചതിയും നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു സ്നേഹിതൻ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനൊരു വീട് പണിതപ്പോൾ അയാളുടെ അമ്മാവൻ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീടിൻ്റെ 4 ഭാഗത്ത് നിന്ന് തൊഴുന്നു. അപ്പോൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ തൊഴുതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അല്ല, എല്ലാ ദേവീദേവന്മാരും ഇവിടെ ഉണ്ടാകും, കാരണം അവരുടെ കാശെടുത്തിട്ടാണല്ലോ ഇത് പണിയുന്നത്. അപ്പോൾ ഈ ചക്കരക്കുളവും നക്കലും അങ്ങനെ നക്കികളാകുന്നതും ഈ ദേവസ്വത്തിൻ്റെ ഒരു രീതിയാണ്. ഉറപ്പായും. പക്ഷേ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് ഇത്രയും മാരകമായി കൊണ്ടുപോകുന്നത് ഒരു കാര്യമുണ്ട്. ഇതിന് മുൻപ് ആരൊക്കെ എത്രയൊക്കെ സ്വർണ്ണം എവിടെ നിന്നൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇത് പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്, ഭക്തജനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, എന്നും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ അകത്തളങ്ങളിൽ എന്ത് സ്ട്രോങ് റൂമുകളിൽ അല്ല ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് റൂമുമായിട്ട് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ ഒരു ചാൻസ് ഇല്ലാത്തവൻ്റെ പേരാണ് ഉണ്ണിക്കുറുപ്പ്. അല്ല, ഉണ്ണിക്കുറുപ്പെന്നല്ല, ഉണ്ണിപ്പോറ്റി. ആ ഉണ്ണിപ്പോറ്റി പറയുന്നു ഇതിൻ്റെ 2 സ്ട്രോങ് റൂമിൻ്റെ പടിഞ്ഞാറ് മൂലൊക്കെ ഇരിക്കുന്നുള്ളൂ. ഇയാളെങ്ങനെ അറിഞ്ഞു? ഇയാളെങ്ങനെ കയറി സ്ട്രോങ് റൂമിൽ പ്രസിഡൻറ്റിന് വരെ പ്രവേശനമില്ല. ഡെസിഗ്നേറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവരതിനകത്ത് കയറുന്ന സമയത്ത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്കറിയാത്ത കാര്യം ഉണ്ണിപ്പോറ്റി എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഉണ്ണിപ്പോറ്റി അവിടെ മുഴുവൻ വിരകിയിട്ടുണ്ട്. ഉണ്ണിപ്പോറ്റി അവിടെ നിന്ന് എന്തൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉണ്ണിപ്പോറ്റിക്കും അയ്യപ്പനും മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയും ഒരു ഉണ്ണിപ്പോറ്റിയും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ ആണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് എത്ര രൂപയുടെ? അല്ല അത് കോടാനുകോടി രൂപ. അതുമാത്രമല്ലെന്ന്, ക്ഷേത്രത്തിൻ്റെ എത്രയോ ഭൂമി പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടില്ല, എത്രയോ ഭൂമി പോയിരിക്കുന്നു. ആര് നോക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്? ഒരാളും നോക്കിയിട്ടില്ലല്ലോ. ക്ഷേത്രഭൂമി കൈയടക്കി വച്ചിട്ടുള്ളത് ഒരു പ്രസിദ്ധമായ ഒരു മാധ്യമ ഗ്രൂപ്പുകാർ കൈയടക്കി വച്ചിരുന്ന 2000 ചില്ലാനം ഭൂമി പന്തല്ലൂരാ മറ്റോ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവ് വന്ന് ആ വാർത്ത കൊടുക്കാൻ പോലും ചാനലുകൾ മടിച്ചു. അതാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഒരു രീതി. പിന്നെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മാപ്ര എന്ന് പറയുന്നവർ മാർക്സിസ്റ്റ് മദ്രസയിലെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ചെടുത്ത SFIക്കാരുടെ 30 പൈതങ്ങളാണ് ഇപ്പോൾ ഇത് പണി ചെയ്യുന്നത്. 90%. ഇവരെല്ലാം കോളേജുകളിൽ പഠിക്കുന്ന കാലത്ത് ആ കോളേജ് ക്യാമ്പസിനെ ബൊളീവിയൻ കാടുകളായും ഇവരെയൊക്കെ സ്വയം ചെഗുവേരമാരായും സങ്കല്പിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്.
കാരണം വിപ്ലവം പക്ഷെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ചാനൽ മുതലാളിമാർക്ക് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും പലതുകൊണ്ട് അവർക്ക് ഭരിക്കുന്ന പാർട്ടികളുടെ ഒരു സപ്പോർട്ട് വേണം, അതുകൊണ്ട് ഇവർ നിർബന്ധിതരാകുന്നു. അല്ല, ചാനൽ മുതലാളിമാർ പറഞ്ഞിട്ടാണ് ഇവരിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വലിയ വർത്തമാനം പറയരുത്. ഞങ്ങളൊരു ജോലി ചെയ്യുകയാണ്, ആ ജോലി ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം. ഇതങ്ങനെയല്ല അവർ പറയണം. അവർ ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും വിപ്ലവവും നടപ്പിലാക്കുന്നതിന് വേണ്ടി നേരോടെ നിരന്തരം നിർഭയം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. എവിടെയാണ് നേരും നിരന്തരവും നിർഭയത്വം ഉള്ളതെന്നൊരു ചോദ്യം വരുന്നില്ലേ? ഉറപ്പായും വരുന്നുണ്ട്. നേരത്തെ അറിയിക്കുന്നു പറയുമ്പോൾ നേരെ അറിയുന്നില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരാണ് എന്ത് അറിയണം, എന്ത് അറിയിക്കരുത്, എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ചില ചാനലുകളാണ്. അവർ പക്ഷെ വേറൊരു കാര്യമുണ്ട്, വരും. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതങ്ങനെ ഇല്ലാതെയായി. ഇവർക്ക് ഒന്നും മൂടി വെക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരുത്തനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലേ അത് തീർന്നു പോകും. അങ്ങനെ പൂർണ്ണമായിട്ട് അത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ 2 ആഴ്ച നിൽക്കും, 3-ാമത്തെ ആഴ്ച തുടങ്ങിയാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. 2 ആഴ്ച ഞങ്ങളിത് കണ്ടില്ല എന്ന് വെക്കും, 3-ാമത്തെ ആഴ്ച അതെടുക്കേണ്ടി വരും. ഒറ്റ ഒരുത്തിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. ദോഷമുണ്ട്, ഞാൻ ദോഷമില്ല എന്ന് പറയുന്നില്ല. ഗുണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 2 പത്രങ്ങൾ വിചാരിച്ചാൽ കേരളത്തിൽ എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയും. ഒരാളെ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും വളർത്താനും പറ്റും. അങ്ങനെ വളർത്തിയെടുത്ത ഒരുപാട് നേതാക്കളുണ്ട്. അതിൻ്റെ അങ്ങനെ അവർക്ക്, എന്നിട്ട് അവരാണ് ഈ മാധ്യമങ്ങളൊരു സംസ്കാരം സൃഷ്ടിച്ചത്. ഒരു പ്രതി നേതാവ് വരും, വില്ലൻ. എൻ്റെ ഓർമ്മയിലെ പ്രധാന വില്ലൻ ആരായിരുന്നു അറിയാമോ? കരുണാകരനായിരുന്നു. എന്നും മാധ്യമങ്ങൾ ഒരു പ്രതിനായകനെ സൃഷ്ടിക്കും, ഒരു നായകനെയും സൃഷ്ടിക്കും. പ്രതിനായകന് എല്ലാ ദുർഗുണങ്ങളുടെയും ഇരിപ്പിടം, നായകനെല്ലാ സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടം. അന്നത്തെ ദീർഘകാലത്തേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളുടെ നായകൻ ആരായിരുന്നു വെച്ചാൽ എ കെ ആൻ്റണി ആയിരുന്നു. പ്രതിനായകൻ കെ കരുണാകരനുമായിരുന്നു. കരുണാകരന് ഇല്ലാത്ത ദോഷങ്ങളില്ല. എന്ത് ദോഷവും കരുണാകരനെ കുറിച്ച് പറയും. ആൻ്റണിക്ക് എല്ലാ ഗുണങ്ങളുടെയും വിളനിലമാണ്. ആൻ്റണി പച്ചക്കറി കഴിച്ചാൽ വാർത്തയായിരുന്നു, അന്ന് പച്ചക്കറി കഴിക്കുള്ളൂ. ആൻ്റണി പെണ്ണ് കെട്ടാതിരുന്നപ്പോൾ വാർത്തയായിരുന്നു, അന്ന് ഒരു കാരണവശാലും പെണ്ണ് കെട്ടില്ല. ആൻ്റണി ഇറച്ചി കഴിച്ചപ്പോൾ ആൻ്റണിയും ഇറച്ചി കഴിക്കുന്നു, വരുവിൻ കാണുവിൻ ആനന്ദിപ്പിൻ എന്ന് പറഞ്ഞു. ആൻ്റണി പെണ്ണ് കെട്ടിയപ്പോൾ പറഞ്ഞ് ആൻ്റണിയും വിവാഹിതനായി എന്ന് പറഞ്ഞു. ആൻ്റണി അമ്മയുടെ കുഴിമാടത്തിൽ പോയാൽ വാർത്തയാണ്, അച്ഛൻ്റെ കുഴിമാടം തേടി പോയത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആൻ്റണി എന്ത് ചെയ്താലും ആൻ്റണി വികാരം കൊണ്ടു എന്നാണ് മുമ്പ് പത്രങ്ങൾ എഴുതിയിരുന്നത്. മലയാള മനോരമ സ്ഥിരം എഴുതിയിരുന്നതാണ്. ആൻ്റണിയെ വിമർശിച്ചു കഴിഞ്ഞാൽ ആൻ്റണി വികാരം കൊണ്ടു എന്നെഴുതും ആൻ്റണി. കരുണാകരനാണെങ്കിൽ കരുണാകരനെ പറയാവുന്ന ചീത്ത മുഴുവൻ പറയും. കരുണാകരന് പിന്നെ വേറൊരു കാര്യമുണ്ട്. കരുണാകരൻ എന്താണെന്ന് വെച്ചാൽ, കരുണാകരൻ പത്രം വായിക്കില്ല. എറണാകുളത്ത് PK ഡീവർ ഫൗണ്ടേഷൻ ഉണ്ട്. ആ PK ഡീവർ ഫൗണ്ടേഷൻ, കൊച്ചുണ്ണി മാഷായിരുന്നു ചെയർമാൻ. അപ്പോൾ കൊച്ചുണ്ണി മാഷ് ചെയർമാനായിരിക്കുമ്പോൾ ആ PK ഡീവർ ഫൗണ്ടേഷൻ്റെ മാധ്യമപ്രവർത്തകനായിരുന്ന അക്കൊല്ല അവാർഡ്, ആ അവാർഡ് കൊടുത്ത SR ശക്തിധരനാണ്. അവാർഡ് കൊടുക്കാൻ വന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരനാണ്. അപ്പോൾ ശക്തിയും കരുണാകരനും വലിയ അടുപ്പക്കാരാണ് പേഴ്സണലി. അപ്പോൾ ശക്തി പറഞ്ഞ്, എനിക്ക് ഇതുവരെ ലീഡറെക്കുറിച്ച് ഒരു നല്ല വാക്ക് എൻ്റെ പത്രത്തിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ആൻ്റണിയെക്കുറിച്ച് എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് കരുണാകരൻ പറഞ്ഞ്, അതിൽ കുഴപ്പമില്ല ശക്തി, ഞാനിതൊന്നും വായിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പത്രക്കാരോട് അങ്ങനെ വിശേഷിച്ച് ഒരു എതിർപ്പും കൂടാതെ അവരെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് കരുണാകരൻ. ഇന്ന് നിങ്ങളുടെ മുൻ തലമുറ അനുഭവിക്കുന്ന പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തത് കരുണാകരനാണ്. പക്ഷേ പത്രക്കാർ കരുണാകരനോട് ഒരു നീതിയും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്നും ഒരു നായകനും ഒരു പ്രതിനായകനും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും VS അച്യുതാനന്ദൻ നായകനായി, പിണറായി വിജയൻ പ്രതിനായകനായി. SNC ലാവ്ലിൻ കേസിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് തീരുമാനിച്ചത് ആരാണ്? പിണറായി വിജയനാണ്? അല്ല, പാർട്ടി സെൻട്രൽ കമ്മിറ്റിയാണ്, മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചാണ്. ആ പോളിറ്റ് ബ്യൂറോയിലും സെൻട്രൽ കമ്മിറ്റിയിലും ആ തീരുമാനത്തിന് അനുകൂലമായി കൈപൊക്കിയ ആളുടെ പേരാണ് VS അച്യുതാനന്ദൻ. അത് കൈപൊക്കി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് മറിച്ച് പറയുന്നത് 2ാം തരമാണ്. അത് പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറയുന്നവൻ മഹാനാണ് മാധ്യമങ്ങൾക്ക്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ മൂപ്പത്ത പൈതങ്ങളാണ്. മാർക്സിസ്റ്റ് മദ്രസയിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് ജയിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് ആ മൂക്കത്ത പൈതങ്ങളാണ്, ഇതാ ഞങ്ങൾക്കൊരു ആദർശ ധീരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
വിമത ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദമാണെങ്കിൽ അത് എപ്പോഴും പറയണം, അല്ലാണ്ട് ഒളിച്ചും പാത്തും പറയുന്നതല്ല. ഞങ്ങൾ അടിയന്തരാവസ്ഥയെ കണ്ടാലും ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ചവരാണ്. അടിയന്തരാവസ്ഥക്കെതിരെ 7 ദിവസം സമരം ചെയ്തൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്കറിയാം മാരേജ് കോളേജിൽ. ഞങ്ങളതിന് ശേഷം ഒളിവിൽ പോയിട്ടുണ്ട്, തെളിവിലും വന്നിട്ടുണ്ട്. അതിന് ശേഷവും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഞങ്ങൾ പ്രതികാരം അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്. സിനിമാ തിയേറ്ററുകളിൽ പോയിട്ട് ഇൻ്റർവെല്ലിന് മുമ്പ് മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ മുഴുവൻ സിനിമാ തിയേറ്ററുകളിലും 4 പേര് 4 സ്ഥലത്ത് നിന്നിട്ടാണ്. ആരും മിണ്ടില്ല, ജനം ഇങ്ങനെ പേടിച്ചിരിക്കും. ഭാരതം ഇന്നൊരു ജയിലറയാണ്, പൊട്ടിത്തെറിയൂ ചങ്ങലകൾ, ഇന്ദിരയുടെ അടിയന്തര അറബിക്കടൽ. ഈ 2 മുദ്രാവാക്യം 4 വട്ടം വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോരും. അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് ആ കവിതാ തിയേറ്ററിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്ത് മാറി നിൽക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് ചെല്ലുന്നത്. അപ്പോൾ ആരെയും കിട്ടില്ല അവർക്ക്. അന്ന് ഇന്നത്തെ രീതിയിൽ ഇതില്ലല്ലോ. ഏത് CCTV ക്യാമറയൊന്നുമില്ല. CCTV ക്യാമറ ഉണ്ടെങ്കിൽ പെട്ടുപോയനെ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം എതിർക്കേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പരസ്യമായിട്ട് തന്നെ എതിർക്കണം. രഹസ്യമായിട്ടുള്ള എതിർപ്പില്ല. പരസ്യമായിട്ട് ഞാൻ എതിർക്കില്ല, രഹസ്യമായിട്ട് നിങ്ങളുടെ കൂടെ. അത് ചെറ്റത്തരമാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകരെന്നും ഈ കേരളത്തിൽ ഈ ഒരു ഇരട്ടത്താപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ആണ് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുത്തനെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ അങ്ങനെ അങ്ങോട്ട് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മഹാനാണെന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് മാധ്യമപ്രവർത്തകർക്ക് ഒരു മഹാൻ വേണം. ഒരു മഹാൻ ഇല്ലെങ്കിൽ അവർ വേറൊരാളെ സൃഷ്ടിച്ചെടുക്കും. എന്നിട്ട് ഇത് മഹാനാണെന്ന് പറയും. ആ മഹാൻ്റെ പുറകെ കുറേ കാലം നടക്കും. അല്ല, അങ്ങനെ സൃഷ്ടിക്കുമ്പോഴും ഈ മാധ്യമങ്ങൾക്ക് മഹാന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ പല ചാനൽ മുതലാളിമാർക്കും പലതും ചാനൽ മുതലാളിമാരുടെ കാര്യം മാത്രം എന്താ നിങ്ങൾ പറയുന്നത്? പണ്ടും അങ്ങനെ തന്നെ ഇരുന്ന് സമ്മതിക്കേ. അല്ല, ഞാൻ ഇന്നത്തെ കാലത്തെ ഇത് അജണ്ട ഇന്നത്തെ കാലത്ത് അജണ്ട പണ്ട് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിന്റ് മീഡിയ അതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഏഷ്യാനെറ്റ് വന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ ദൃശ്യമാധ്യമ സംസ്കാരം. ഏഷ്യാനെറ്റ് ഉണ്ടാക്കിയ ദൃശ്യമാധ്യമ സംസ്കാരത്തിൻ്റെ സവിശേഷത എന്താണ് ഒന്ന് പറഞ്ഞു തരും. ഞങ്ങൾ ദൃശ്യമാധ്യമ സംസ്കാരം ഉണ്ടാക്കിയെന്ന് ഏഷ്യാനെറ്റ് പറയുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ സവിശേഷത? ശശികുമാർ ആരായിരുന്നു? ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി 25 കൊല്ലം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ആ സത്യത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല. കാലത്തിൻ്റെ കാവ്യനീതി പോലെ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇന്ന് എവിടെയാണ്? അതൊക്കെ മുതലാളിമാർ കാശുള്ളവർ മേടിക്കും. കാശില്ലാത്തവൻ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്കതിനകത്ത് ആരും കുഴപ്പമില്ല. കാരണം ഞാനിതൊന്നും മേടിക്കാൻ പോകുന്നില്ല. എൻ്റെ കയ്യിൽ കാശുമില്ല. കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല. എനിക്ക് കാശില്ല എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. കാശുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവർ കാശുണ്ടാക്കിയിട്ട് നാളെ ഇതൊക്കെ മേടിക്കും. ഒരുപക്ഷെ നാളെ ഏഷ്യാനെറ്റിന് വില പറയുന്ന രോഹിതല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല നമുക്ക്. പറയാൻ പറ്റില്ല നമുക്ക്. ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആര് വാങ്ങിക്കുന്നു, ആര് മുതലാളി, പക്ഷേ മുതലാളി ആരായിരുന്നാലും സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. ഏഷ്യാനെറ്റിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ലേ? എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല. ഇടതുപക്ഷത്തെ വളർത്തുന്നതിന് ഏറ്റവും കൂടുതൽ നിർണായക ഇപ്പോഴും ഇടതുപക്ഷത്തെ വളർത്തുന്നുണ്ടല്ലോ. അവർ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഒരു മാപ്രകളായതുകൊണ്ട്, കാരണം ഈ ഇൻക്യുബേറ്റർ മൂപ്പത്ത സന്തതികളായതുകൊണ്ട്, അതിനകത്തുള്ള എല്ലാ അതായതുകൊണ്ട് വിപ്ലവം അവർക്ക് പിണറായി വിജയന് വിപ്ലവം പോരാ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വിപ്ലവം വേണ്ടെന്നല്ല. പിണറായിയുടെ വിപ്ലവം പോരാ, കുറേ കൂടി ഞങ്ങൾക്ക് നല്ല വിപ്ലവം കിട്ടണമെന്നേ പറയുന്നുള്ളൂ. ഇടതുപക്ഷ വിരുദ്ധരല്ല, പിണറായി വിരുദ്ധരായി മാറി. പിണറായി വിരുദ്ധരാണ്. അതിലെനിക്ക് അഭിപ്രായമില്ല. കാരണം പിണറായിയുടെ സ്ഥാനത്ത് വേറെ ആരിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ലോകത്തെവിടെ ഇവരിത് പറയുന്നുണ്ടല്ലോ, ഇവർ പറയട്ടെ, ലോകത്തെവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യവും ധർമ്മവും നീതിയും നടപ്പാക്കിയിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞു തരൂ. ഇവിടെ വേണ്ട, ലോകത്തെവിടെയെങ്കിലും. ബംഗാളും ത്രിപുരയും വിട്, സോവിയറ്റ് യൂണിയൻ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, നിങ്ങൾ പറയൂ, ഏത് രാജ്യത്തുണ്ട് സത്യവും ധർമ്മവും നീതിയും തുല്യതയും നടപ്പിലാക്കിയിരിക്കുന്ന ഒരു രാജ്യം പറഞ്ഞു തരൂ? കമ്മ്യൂണിസത്തിൽ അതില്ല. ആ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ മാപ്രകൾ ഈ കിടന്ന് കുന്തളിക്കുന്നത്. ലെനിൻ ചെയ്യാത്ത ഒരു ചെറ്റത്തരവും സ്റ്റാലിൻ ചെയ്തിട്ടില്ല. ലെനിൻ ചെയ്ത ചെറ്റത്തരങ്ങളെല്ലാം പെർഫെക്ഷനിൽ സ്റ്റാലിൻ ചെയ്തു. നിങ്ങൾ കക്കാൻ തീരുമാനിച്ചു, നിങ്ങൾക്ക് വേണ്ടത്ര കക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ പാത പിന്തുടർന്ന് ഞാൻ കക്കൽ പെർഫെക്റ്റ് ആക്കി. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി അതൊക്കെ തന്നെയായിരിക്കും ചെയ്തേക്കണേ. ഇതിന് മുമ്പ് കട്ടവരൊക്കെ ഉണ്ട്. ഇത് പുള്ളിക്ക് തന്നെ ബോറടിച്ചു. എന്നാൽ പിന്നെ ഇത് മൊത്തം അടിച്ചു മാറ്റാമെന്ന് പുള്ളി കരുതി. അടിച്ചു മാറ്റിയിട്ട് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിയേണ്ടത്. അല്ല, അത് വരണം. അത് ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം ഒരു DGP വെങ്കടേശൻ എന്നാവട്ടെ പറഞ്ഞിട്ട് ഒരു DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ DGP അത് നേരെ ചെയ്യണം.
അത് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷണം കണ്ടാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഭഗവാനെയും ഭഗവാന്റെ ശക്തിയും മനസ്സിലാക്കുന്ന ഒരു അന്വേഷണ സംഘമായിരിക്കട്ടെ എന്ന് നമുക്ക് ആ പ്രാർത്ഥിക്കാൻ. ഇല്ലെങ്കിൽ അനുഭവിച്ചോളൂ. മക്കളുടെ മക്കളും അനുഭവിക്കും. എന്തായാലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിന് നന്ദി. നന്ദി, നമസ്കാരം.